ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. ആ സംഭവങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. തളർന്നു പോവാനും തോറ്റുപോവാനും ഒരുപാട് കാരണങ്ങളുണ്ടാവും. പക്ഷെ ജയിക്കാൻ ഒറ്റ കാരണം മാത്രം, ജയിക്കണമെന്ന നമ്മുടെ ഉറച്ച തീരുമാനം. നീ ചെയ്യുന്നത് ശരിയാണ് എന്ന തോന്നൽ നിനക്കുള്ളത് വരെ നിന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവട്. ദേഷ്യം നമ്മുടെ ദുർബലതയാണ്. ക്ഷമയും വിവേകവുമാണ് അതിന് മറുമരുന്ന്. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവം ചിന്തിക്കുക. അപ്പോൾ കോപത്തിൻ്റെ നിസാരത നമുക്ക് മനസ്സിലാവുകയും ക്ഷമയുടെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഒരാൾക്കെങ്കിലും ഒരാശ്വാസമാകാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ സാന്നിധ്യം അവർക്ക് സന്തോഷം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി ജീവിതത്തിൽ കുറച്ചെങ്കിലും സമയം നമ്മൾ മാറ്റിവെക്കണം. നിങ്ങളുടെ സമയത്തിന് നിങ്ങളെക്കാളേറെ വില കൽപ്പിക്കുന്നത് അവരാണ്. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. എന്തെങ്കിലും പോരായ്മകൾ മനുഷ്യ സഹജമാണ്. പക്ഷേ പോരായ്മകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വിമർശിക്കുകയല്ലവേ ചെയ്യേണ്ടത്. ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും അതിനെ വിലയിരുത്തപ്പെടാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യുക. ബന്ധത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ ഒറ്റപ്പെടണം. സ്നേഹത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ അനാഥരാകണം. ജീവിതത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ മരണത്തെ മുഖാമുഖം കാണണം. സ്നേഹവും ജീവിതവും ബന്ധങ്ങളും കൂടെയുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സ്വർഗം വേറെയുണ്ടാകില്ല. നമ്മൾ എത്രയൊക്കെ ആത്മാർത്ഥത കാണിച്ചാലും സ്നേഹിച്ചാലും നമ്മളെ നിരന്തരം അവഗണിക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കരുത്. ഈ വിശാലമായ ഭൂമിയിൽ നമ്മളെ ചേർത്ത് നിർത്താനും സ്നേഹിക്കാനും തീർച്ചയായും ആരെങ്കിലും ഉണ്ടാകും. അവരെ കണ്ടെത്തുക. ആരെയും വില കുറച്ച് കാണരുത്. എല്ലാവർക്കും അവരുടേതായ വിലയുണ്ട്. സ്വാർത്ഥതയും അഹങ്കാരവും കൊണ്ട് മാത്രമാണ് പലരും മറ്റുള്ളവരെ വില കുറച്ച് കാണുന്നതും അങ്ങനെ പെരുമാറുന്നതും. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. അത് സങ്കടത്തോടെ ഉണരുവാനുള്ളതല്ല. നിങ്ങളെ ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. എല്ലാം സംഭവിക്കാൻ തീർച്ചയായും ഒരു കാരണമുണ്ടാകും. നിങ്ങൾക്കൊരു അവസരമുണ്ടാകുമ്പോൾ അത് വിനിയോഗിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുകയാണെങ്കിൽ സ്വീകരിക്കുക. ജീവിതം എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ജീവിതത്തെ എല്ലാവരും വിലമതിക്കുക തന്നെ ചെയ്യും. നാം ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ വഴി മറ്റൊരാൾക്ക് സന്തോഷം ലഭിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും നല്ല പുണ്യങ്ങളിലൊന്ന്. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണു തുറന്നു നോക്കേണ്ടത് നിങ്ങളെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. മനസമാധാനം അവിടെയാണ്. ഒരാളോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സാണ്. എന്നാൽ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ്. ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വിലയേറിയ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് ആത്മാർത്ഥതയോടെ ഇടപെടുന്ന സഹൃദയങ്ങൾ. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പോരാളിയാണ് ക്ഷമ. കാരണം മിടുക്കനായ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് ക്ഷമയുള്ള ഒരാൾക്ക് നേടാനാകും. വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ വേദനിക്കുന്നവർക്ക് അത് എത്ര ആഴത്തിൽ അനുഭവപ്പെടുമെന്നോ എങ്ങനെ ഉരുകിത്തീരുന്നുവെന്നോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. സ്വയം തുടയ്ക്കേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളുമായിരിക്കാം ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ. ജീവിതത്തിൽ പലരും ഒന്നുമില്ലാതെ കടന്നു പോകുന്നു. അതിനാൽ നിങ്ങളുടെ കയ്യിലുള്ളതിനെ ചേർത്ത് പിടിക്കുക. അതിൽ നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളുമായി മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് നമ്മൾ അവർക്കൊന്നുമല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെടട്ടെ. അകന്നു പോകാൻ ആഗ്രഹിക്കുന്നവരോട് കാരണങ്ങൾ തേടരുത്. അവരെ അതിന് അനുവദിക്കുക. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റുകളില്ലെങ്കിലും അവർക്ക് നമ്മൾ അറിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ടാകും. നമ്മളെ സ്നേഹിച്ചവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ എത്രയോ ഇരട്ടി വേദനയാണ് സ്നേഹിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ല. അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാകൂ.
ചില ആളുകൾ നിങ്ങളെ വിട്ടുപോയേക്കാം. എന്നാൽ അത് നിങ്ങളുടെ ജീവിതം എന്ന കഥയുടെ അവസാനമല്ല. അത് നിങ്ങളുടെ കഥയിലെ അവരുടെ ഭാഗത്തിൻ്റെ അവസാനം മാത്രമാണ്. നിങ്ങളെ മനസ്സിലാക്കാനുള്ള മറ്റൊരാളുടെ കഴിവില്ലായ്മ ഒരിക്കലും നിങ്ങളുടെ മൂല്യം കുറക്കുന്നില്ല. ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാതെ അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത് ചൂണ്ടിക്കാണിച്ച് ശത്രുവായി ജീവിക്കുന്നതാണ്. ആരെയും അമിതമായി വിശ്വസിക്കരുത്. കാരണം വെളിച്ചമുണ്ടാകുന്നതുവരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമുക്കൊപ്പമുണ്ടാകൂ. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, ആ സംഭവങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. ഉദ്ദേശവും ലക്ഷ്യവുമില്ലാത്ത പരിശ്രമവും ധൈര്യവും അപൂർണമാണ്. തളർന്നു പോവാനും തോറ്റുപോവാനും ഒരുപാട് കാരണങ്ങളുണ്ടാകും. പക്ഷെ ജയിക്കാൻ ഒറ്റ കാരണം മാത്രം, ജയിക്കണമെന്ന നമ്മുടെ ഉറച്ച തീരുമാനം.